ഡൽഹി സ്ഫോടനത്തിൽ ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന ഒരു വനിതാ വിങ്ങിൻ്റെ ലീഡറെയാണ് ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വനിതാ ചാവേറുകളെ വേണമെന്നുള്ളത് ഈ മസൂദ് അസറിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. സാദിയ അസർ എന്ന് പറയുന്ന സഹോദരിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വനിതാ ചാവേറിൻ്റെ തലപ്പത്ത് ഈ സ്ത്രീയാണ്, ഒരു ഡോക്ടറാണ്, AK-47 ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഈ വനിതാ ചാവേറുകൾ. അല്ല, ഇന്ത്യ അല്ലെങ്കിൽ തന്നെ വളരെ കരുതിയിരിക്കണം. പേടിക്കൊന്നും വേണ്ട, പേടിയുമില്ല. ബട്ട് ഈ ചാവേറുകളുടെ കാര്യത്തിൽ ഒരു വനിതാ സംവരണം അവർ കൊണ്ടുവരുന്നു. എത്ര ശതമാനമാണെന്ന് എനിക്കറിയില്ല. ഈ സ്ത്രീയെ തന്നെ നമുക്ക് ഇൻ ദ ടെക്നിക്കൽ സെൻസ് അവർ സ്ഫോടക വസ്തു ഒന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. തോക്കും മറ്റ് ആയുധങ്ങളുമാണ്. സ്ഫോടനം നടത്താനോ ആരെങ്കിലും ആക്രമിക്കാനോ പോകുന്ന വഴിക്കല്ല അവർ അറസ്റ്റിലായത്. ഇവർക്ക്, ഈ ഡോക്ടർമാർക്ക് ആയുധം കൊണ്ടുപോയി കൊടുക്കുന്ന ഡ്യൂട്ടിയിൽ വെച്ചാണ് അവർ അറസ്റ്റിലാകുന്നത്. അപ്പോൾ അവർ ഒരു ഫ്രണ്ട് സോൾജിയർ അല്ല. ഇതിൻ്റെ ലോജിസ്റ്റിക്സ് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സാധനങ്ങൾ എത്തിക്കുക, ആഹാരം എത്തിക്കുക, വെള്ളം എത്തിക്കുക, ആയുധങ്ങളൊക്കെ സമയാസമയത്ത് എത്തിക്കുക, ഇങ്ങനെ ലോജിസ്റ്റിക്സ് നോക്കുന്ന ചുമതലയിൽപ്പെട്ട ആളാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായ ഡോക്ടർ ഷാഹീന. അപ്പോൾ അത് ഒരു വനിതാ സംവരണമായിട്ട് എടുക്കാമെങ്കിൽ ആയിക്കോട്ടെ. അവർക്ക് വളരെ പ്രയാസമാണിത്. ഒന്ന്, ഇസ്ലാമിൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണല്ലോ. മതവുമായിട്ട് അവർക്ക് ബാലൻസ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ആണുങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുക, ആണുങ്ങളുടെ കൂടെ താമസിക്കുക, ഇതൊക്കെ ഹറാമാണ്. അപ്പോൾ അതിന് പ്രത്യേക എന്തെങ്കിലും ഒരു ഫത്വ വാങ്ങിച്ച് അതിന് എക്സെപ്ഷനൊക്കെ കൊടുത്തു വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ മറ്റേ തലക്കെട്ടുകാർ കോപിക്കും. അവരാണല്ലോ ഇതിൻ്റെ അൾട്ടിമേറ്റ് നിയന്ത്രകർ. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പ്രയാസമാണ് സ്ത്രീകളെ ഇതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ ഒന്നും ഒറ്റയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ അവർ വരുന്നുമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഡോക്ടർ ഷഹീന. ബട്ട് ഇത്തരം സ്ത്രീകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അവർ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അത് ഇങ്ങനെ സ്ത്രീകളെ ബുർഖയിടാൻ പ്രേരിപ്പിക്കുക, റാഡിക്കലൈസ് ചെയ്യുക, ആ ജോലിയാണ് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നത്. പിന്നെ മതം മാറ്റുക, വളരെ നന്നായിട്ടൊക്കെ സംസാരിച്ചൊക്കെ. നമ്മളുടെ ഇവിടെ ആ കേന്ദ്രമുണ്ടല്ലോ കേരളത്തിൽ, സത്യസരണി. അപ്പോൾ അതിൻ്റെ ഇൻചാർജൊക്കെ അന്ന് TV വന്നപ്പോൾ അവർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അതാണ് അവരുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി. ഡയറക്റ്റ് ബ്ലാസ്റ്റിലേക്ക് അവർ വളരെ കുറച്ച് വരാറുള്ളൂ. ഇപ്പോഴും ഡയറക്റ്റ് ബ്ലാസ്റ്റിലേക്ക് വന്നിട്ടില്ല. ഈ സ്ത്രീ പോലും ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ഏർപ്പാടാക്കുന്നതിനിടയിലാണ് പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് മസൂദ് അസർ പ്രതീക്ഷിക്കുന്ന വനിതാ സംവരണം കുറെ കൂടെ താമസിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുഖം മുഴുവൻ മറച്ചുകൊണ്ട്, അല്ലെ കറുത്ത കുപ്പായമൊക്കെ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ലോജിസ്റ്റിക്സ് നൽകാൻ കഴിയുന്നു എന്നുള്ളത് അപകടകരമായ സാഹചര്യം. കാരണം പുരുഷന്മാർക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇവർക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. വെപ്പൺ ഉൾപ്പെടെ, ഒരു ചെറിയ വെപ്പണൊക്കെ എത്തിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ NIA ഇപ്പോൾ ഒരു 10 അംഗ സമിതിയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. അവർ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ. കാരണം വനിത ആണ് എന്ന രീതിയിൽ അവർക്ക് പരിരക്ഷ ലഭിക്കുമെങ്കിൽ അതിനെ ഇനി അടുത്തായിട്ട് ഉപയോഗപ്പെടുത്താമല്ലോ. അത് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. കാരണം വനിതകൾക്ക് എപ്പോഴും ഒരു പ്രിയോറിറ്റി കിട്ടും. പിന്നെ മറ്റേ ബുർഖയിട്ട് പോകുന്നത് നോക്കുക, അത് പുരുഷന്മാർക്കും ബുർഖയിട്ട് പോവാം. ബുർഖയോടുള്ള എതിർപ്പിൻ്റെ ഒരു പ്രധാന സംഗതി അതാണല്ലോ. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പർദ്ദ ഫുൾ ബുർഖായിട്ട്. അപ്പോൾ കണ്ണ് മാത്രം ഇതിനിടയിൽ ഒരു നെറ്റ് പോലെ ഉണ്ടാവും. അതിനിടയ്ക്കൂടെ നമുക്ക് അകത്ത് കണ്ണുണ്ടെന്ന് മനസ്സിലാവും. കൃത്യമായിട്ട് ആരാണ്, ആണോ പെണ്ണോ ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് തുറന്നു നോക്കാനും പറ്റില്ല. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ലോക ഇസ്ലാം ഇടിഞ്ഞു വീഴും. അതാണ് അവരുടെ ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് പുരുഷന്മാർക്ക് ഉപയോഗിക്കാം. പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതൊരു വേഷം മാറ്റത്തിന്, ഇംപേഴ്സണിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു മെത്തേഡാണ് ഈ ബുർഖ. അപ്പോൾ അത് സ്ത്രീകൾ വ്യാപകമായിട്ട് ഈ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ
അതിൻ്റെ കൂടെ പുരുഷന്മാരും ഈ വേഷം ധരിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്സായിട്ട് അങ്ങനെ അങ്ങ് പോകാം. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാതെ. അതൊക്കെയാണ് അവർ. പക്ഷേ ഇതൊന്നും ഈ സെക്യൂരിറ്റി ഏജൻസികൾക്കൊരു വിഷയമല്ല. അവർ വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. ദർ ആർ മെത്തേഡ്സ്. ഒരാൾ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, അയാൾ ഫുൾ മൂടിയിട്ടുണ്ടെന്ന് വെച്ചോ, സ്റ്റിൽ അയാൾ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നടപ്പ് വെച്ചിട്ട് ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ ഓൾ ദീസ് എക്സ്പെർട്ടീസ് സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പലപ്പോഴും ഈ തീവ്രവാദികളുടെ സാമർഥ്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ സെക്യൂരിറ്റി ഏജൻസികളുടെ സാമർഥ്യത്തെപ്പറ്റി ആരും പരാമർശിക്കാറില്ല. ഇപ്പം തന്നെ ഇന്നലെ സുരേഷ് ഗോപിയാണത് പറഞ്ഞത്. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് 8 തവണ ഇവർ അറ്റംപ്റ്റ് നടത്തി. ഇവരെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പല്ല, പല ഗ്രൂപ്പുകൾ. അതെല്ലാം സെക്യൂരിറ്റി ഏജൻസികൾ പരാജയപ്പെടുത്തി. അതിനെന്തെല്ലാം ടെക്നിക്ക് അവർ ഉപയോഗിച്ചു എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. ഇപ്പോൾ സെക്യൂരിറ്റി ഏജൻസികളെ കുറ്റം പറയുന്നവരുണ്ട്. ഇവർ ഈ മറ്റ് ഡോക്ടർമാരെയൊക്കെ പിടിച്ചിട്ട് പത്രക്കാരുടെ അടുത്ത് അനൗൺസ് ചെയ്തു, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടും 2900 കിലോ ഇത് അമോണിയം നൈട്രേറ്റ് കിട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ സ്ഫോടനം നടന്നത്. കാരണം എന്നെയും പിടിക്കുമോ എന്ന് ഇയാൾക്ക് തോന്നി. എന്നാൽ പിന്നെ കയ്യിലുള്ളതെല്ലാം കൂടെ പൊട്ടിച്ചു കളയാനൊക്കെ തോന്നി. അങ്ങനെ ഒരു തിയറി വരുന്നുണ്ട്. സെക്യൂരിറ്റി ഏജൻസീസ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട്, ഷൈൻ ചെയ്യാനായിട്ട് ജമ്മു കാശ്മീർ പോലീസ്, ഹരിയാന പോലീസ് അവരെ സഹായിച്ചു എന്നുള്ള മട്ടിൽ ഡൽഹി പോലീസ് ഇങ്ങനെയൊക്കെ ആൾ കളിക്കാനായിട്ട് ഇവർ പത്രക്കാരുടെ മുമ്പിൽ ഹാജരായി. അത് ഹാജരായിരുന്നില്ലായിരുന്നെങ്കിൽ ഈ സ്ഫോടനം നടക്കുമായിരുന്നില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദി ആരാ? ഈ സെക്യൂരിറ്റി ഏജൻസിയാണ്. നിങ്ങൾ പത്രസമ്മേളനം നടത്തിയതുകൊണ്ടാണ് സ്ഫോടനം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ പത്രസമ്മേളനത്തിലൂടെ ഇയാൾ പരിഭ്രാന്തനായി കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ പൊട്ടിച്ചു. അപ്പോൾ ഉത്തരവാദി നിങ്ങളാണ്. ഈ രീതിയിൽ ഒക്കെ ജസ്റ്റിഫൈ ചെയ്ത് വെള്ളപൂശിയൊക്കെ കൊണ്ടുവരിക. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഈ എത്ര സ്ത്രീകളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട് ഒന്നുമില്ല. ഭീകരവാദികളാണ്. ടെററിസ്റ്റ് ആർ ടെററിസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ മെയിൽ ഓർ ഫീമെയിൽ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ സെക്യൂരിറ്റി ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. ഈ അൽഫല എന്ന് പറയുന്ന ഒരു ആശുപത്രി, ഈ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടത്തുന്നത്. 6-7 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപുരുഷന്മാരിലെ അങ്ങനെയൊരു കാഴ്ചപ്പാടാണ്. അവിടെയാണ് ഈ നിർണായകമായ കാറ് ഏതാനും ദിവസങ്ങൾ പാർക്ക് ചെയ്ത് ഒന്നിലധികം കൈമറിഞ്ഞിട്ടാണ് കാർ അവിടുത്തെ. ഇതേ കാറാണ് സ്ഫോടനം നടത്തിയത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ആശുപത്രിക്കും കാറിനും ഇത് കൊണ്ടുപോയവർക്കൊക്കെ നിർണായകമായ റോളില്ലേ? എന്തുകൊണ്ടാണ് NIA അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി അക്കാര്യം അത്ര വ്യക്തതയില്ലാത്ത? അല്ല, അത് അവർ അന്വേഷിക്കുന്നില്ല എന്നും നമ്മൾ പറയണ്ട. അന്വേഷിക്കുന്നുണ്ടാകും. ഇപ്പോൾ അവരും ഇതുപോലത്തെ ആരോപണമൊക്കെ നിർമ്മിച്ച് അവരും കുറച്ചുകൂടെ കോഷ്യസ് ആകും. ഒന്നും പറയണ്ട, ആർക്കും ഒരു വാർത്തയും കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കും. കാരണം വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് സ്ഫോടനം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ വാർത്ത കൊടുക്കണ്ട തീരുമാനിക്കും. അതുകൊണ്ട് ഇപ്പോൾ അവർ പൊതുവെ പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ തീരെ കുറവാണ്. സെക്യൂരിറ്റി ഏജൻസി ഇനിയും എല്ലാം ക്ലിയറായി കഴിഞ്ഞിട്ട് പുറത്ത് വിവരം വിട്ടാൽ മതി, ഈ രീതിയിലൊരു തീരുമാനം. എന്നാൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുമില്ല. അവരൊന്നും പറയുന്നില്ല. സെക്യൂരിറ്റി തന്നെ ആണെങ്കിലും ഡൽഹി പോലീസ് ആണെങ്കിലും ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ മിക്കവാറും അവരുടെ ഉള്ളിൽ ഇതായിരിക്കും, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. വരട്ടെ, കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് പറയാം. ഇങ്ങനെ ഒരു നിലപാട് അവർക്ക് എടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ മിണ്ടിയിട്ട് കുഴപ്പമായി എന്നാൽ പിന്നെ മിണ്ടാതിരിക്കാം. അങ്ങനെ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിൽഫലയൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കും. ഇന്നും ഇപ്പോൾ രാവിലെ ന്യൂസിലുണ്ടായിരുന്നു, അൽഫല യൂണിവേഴ്സിറ്റിയിൽ പോലീസിൻ്റെ സെർച്ച് നടക്കുന്നു, ആളുകളെ പരിശോധിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ പറയുന്ന സാദിയ മസൂദ് അവരുടെയൊക്കെ നേതൃത്വത്തിലൊരു വനിതാ വിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു വനിതാ വിങ് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് സ്ഫോടനം നടത്തുന്നതെങ്കിൽ പാകിസ്ഥാനെ കയറി നമുക്ക് ആക്രമിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു തന്ത്രം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. NIA അത്തരം ഒരു നീക്കത്തെ കാണുന്നുണ്ടോ? പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട്
ഇന്ത്യയിൽ സ്ഫോടനം നടത്തിയവർ പാകിസ്ഥാനികളാകണം എന്ന് പറഞ്ഞൊരു ഇക്വേഷനൊന്നുമില്ല. പാകിസ്ഥാനെ ആക്രമിക്കാൻ ന്യായമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടി കൊടുക്കും. അതിന് ഇന്ത്യയിൽ എത്ര സ്ഫോടനം നടന്നു, അതിൽ എത്ര പാകിസ്ഥാനി ഉണ്ടായിരുന്നു, ഇതൊന്നും നോട്ടമൊന്നുമില്ല. ഇപ്പോൾ ഈ പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ പഹൽഗാം സംഭവത്തിൽ കുറ്റക്കാരായ 4 പേരെ നമ്മൾ പിടിച്ചിട്ടില്ല. അവരെ പിടിക്കാതെ തന്നെയാണ് നമ്മൾ അറ്റാക്ക് നടത്തിയത്. ആകെ അന്ന് നമ്മുടെ ഉണ്ടായിരുന്നൊരു ഇൻഫർമേഷൻ, ഭാരതത്തിൻ്റെ ഉണ്ടായിരുന്നത് TRF എന്ന് പറഞ്ഞ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട്, അവരുടെ മെമ്പർമാരാണ്, ഞങ്ങളാണ് അതിന് ഉത്തരവാദികൾ എന്ന് അവർ അത് സ്വയം ഏറ്റെടുത്തു. ബട്ട് ഈ സ്വയം ഏറ്റെടുത്തു എന്ന് പറയുന്നതിന് വലിയ വാല്യൂ ഒന്നുമില്ല. ആർക്കും സ്വയം ഏറ്റെടുക്കാം. ഇരിക്കട്ടെ നമ്മുടെ തൊപ്പിയിലൊരു തൂവൽ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് സ്ഫോടനം ചെയ്യാം. ബട്ട് അത് പുറത്ത് വന്നെങ്കിലും അതിൻ്റെ പുറത്തല്ല നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. നമുക്ക് നമ്മുടേതായ ഇൻ്റലിജൻസും ഇൻപുട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പാകിസ്ഥാനെ നിഷേധിക്കാൻ പറ്റാത്തത്. അത് വെച്ചിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ അടിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഏറ്റെടുത്തോ അതൊന്നും നമുക്ക് അയാൾ പാകിസ്ഥാൻകാരനായിരുന്നോ ഇതൊന്നും വിഷയമല്ല. അതുകൊണ്ട് ഇന്ത്യൻ ആൾക്കാർ ചെയ്യുന്നോ പാകിസ്ഥാൻ ആൾക്കാർ ചെയ്യുന്നോ എന്നുള്ളതല്ല, പാകിസ്ഥാനിൽ നിന്നാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ്. ഇവർക്ക് പണം കൊടുക്കുന്നത്, ഇവർക്ക് വണ്ടി കൊടുക്കുന്നത്, എല്ലാ ഏർപ്പാടും ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഇതിനുള്ള ഫൈനാൻസ്, ഒരു പെർട്ടിക്കുലർ വണ്ടി പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയിൽ പൊക്കമെന്ന് പറഞ്ഞ് അല്ല ചെയ്യുന്നത്. വണ്ടി വാങ്ങാനുള്ള കാശ്, എല്ലാത്തിനുമുള്ള പൈസ, ഇതെല്ലാം പാകിസ്ഥാൻ വഴിയാണ്. എന്നാൽ കൃത്യമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ന ആൾക്ക് ബോംബ് വയ്ക്കാൻ 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു, വണ്ടിക്ക് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. മറ്റ് പല വഴികളിലൂടെ പൈസ ഇവരുടെ കയ്യിലെത്തുകയും മാത്രമല്ല ഇവർ സ്വയം കൺവിൻസ്ഡാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ഇത് ചെയ്യുന്നത്, പൈസ അവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ 2-3 പേര് ഡോക്ടർമാരില്ലേ, അവർക്ക് ശമ്പളമില്ലേ, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, അലവൻസ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികളാണ്, ഇങ്ങനെയൊക്കെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരെ. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അവർ കൺവിൻസ്ഡാണ് ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ബോധ്യം വന്നിട്ട് അവർ ചെയ്യുന്ന, അത് പാകിസ്ഥാൻ പൈസ തന്നാലും തന്നില്ലെങ്കിലും അവർ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇത് ചെയ്യും. അവരുടെ ലാർജർ കോസ് ഇതാണ്. പാകിസ്ഥാൻ പോലുമല്ല, അവരുടെ മുസ്ലിം ഉമ്മത്ത് അത് പിന്നെ ഈ സ്വർഗത്തിൽ പോകണമെന്നുള്ള അഭിവാഞ്ച, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പണം ഒരു ഘടകം മാത്രമാണ്. എന്തായാലും NIA അന്വേഷണമായിട്ട് വരുന്നതുകൊണ്ട് മുച്ചൂട് മുടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം എത്ര കാലമായി ഇതിങ്ങനെ തുടങ്ങി. ഇടയ്ക്ക് കാലത്തൊന്ന് കുറഞ്ഞു എന്നുള്ളതല്ലാതെ അത് ഇല്ലാതായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2011 അവസാനം ഡൽഹിയിൽ സ്ഫോടനം നടന്നു, ഡൽഹി ഹൈക്കോടതിയുടെ അവിടെ. അതിനുശേഷം നടന്നിട്ടില്ല. പിന്നെ നടക്കുന്നൊരു മേജർ സ്ഫോടനം പഹൽഗാമാണ്. സ്ഫോടനമല്ല, ടെററിസ്റ്റ് അറ്റാക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നടക്കുന്നത്. അപ്പോൾ എത്ര നമ്മൾ ജാഗരൂകരായിട്ടിരുന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും നമ്മുടെ ഒന്ന് നമ്മൾ ഉറക്കത്തിൽ കണ്ണൊന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കയറി അടിക്കും. അതിന് സൈന്യത്തെ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. തീർച്ചയായിട്ടും സൈന്യം അത് വേറൊരു സെറ്റപ്പ് അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.